ഹലോ കേസ്, എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ വീഡിയോ രാവിലെ പ്രഭാതത്തിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കി, കുറച്ച് ഉള്ളിവട ഉണ്ടാക്കി, തക്കാളി ചമ്മന്തി ഉണ്ടാക്കിട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഇട്ടതാണ്. ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ഗ്രൈൻഡറിലൊക്കെ അരച്ച ഇഡ്ഡലി ആട്ടോ. തക്കാളി ചെറിയ ഉള്ളിയൊക്കെ വെച്ചിട്ട് നല്ല ചമ്മന്തി ഉണ്ടാക്കിട്ടോ. ചൂട് ചായയുടെ കുടിക്കാൻ നല്ല രസമാണ്. ഇതിപ്പോൾ തലേ ദിവസം ഞാൻ ഗ്രൈൻഡറിലൊക്കെ ആട്ടി വെച്ചതാട്ടോ മാവ്. ഇതായിട്ട് ദോശ ഉണ്ടാക്കാം, ഇഡ്ഡലി ഉണ്ടാക്കാം. അതിനിപ്പോൾ ഉഴുന്നും അരി ചോറും ഇത് മൂന്നും കൂട്ടിയിട്ടാണ് അരച്ചിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ 1 കിലോ അരിക്ക് നമ്മൾ 1/2 കിലോ ഉഴുന്ന് ചേർക്കുന്നുണ്ട്, ഒരു 3 കപ്പ് ചോറ് ചേർക്കുന്നുണ്ട്. ഒക്കെ തന്നെ കേട്ടോ. ഇതിൽ ഈസ്റ്റും അപ്പസോഡയും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഈസ്റ്റൊക്കെ ഇട്ടത് പൊങ്ങി വരും. അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല, അല്ലാതെ തന്നെ നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീഡിയോ ഇഷ്ടമായാൽ നമ്മളൊന്ന് ലൈക്ക് ചെയ്ത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മളെ കുഞ്ഞ് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിയിട്ടേ കമൻസും ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കൊണ്ടു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനിപ്പോൾ ഞാൻ ഇഡ്ഡലിൻ്റെ തട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ കയ്യിലുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ നല്ലോണം വെള്ളം വെച്ച് തിളച്ച് വരുമ്പോഴേ അതിട്ടിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ കൂട്ടുകാരെ, നമ്മളെ ഇഡ്ഡലിയൊക്കെ വെന്തു. നമുക്കേ കുറച്ച് ഉള്ളിവട ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഉഴുന്ന് വട ഉണ്ടാക്കണം എന്ന് കരുതി ഉണ്ടാക്കിയതാണ്. പക്ഷേ കയ്യുമ്മ ഒട്ടിയപ്പോൾ ഞാൻ ഉള്ളിവടയാക്കി. കുറച്ച് മാവ് വെള്ളം അധികമായോ സംശയമുണ്ട്. ഇത് ഉഴുന്ന് വടൻ്റെ കൂട്ട് തന്നെയാണ്. ദോശമാവും കുറച്ച് മൈദയും കൂട്ടിയിട്ട് ഉഴുന്ന് വട ഉണ്ടാക്കിയാൽ നല്ല അടിപൊളിയാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ഉള്ളിവടൻ്റെ രൂപത്തിലാണ് ഉണ്ടാക്കിയത്, പക്ഷേ ഉഴുന്നുവടൻ്റെ അതേ ടേസ്റ്റ് കേട്ടോ. കയ്യുമ്മ അങ്ങനെ ഒട്ടിയപ്പോൾ ഞാൻ ഉള്ളിവട പോലെ ഉണ്ടാക്കി. അപ്പോൾ കുഴപ്പമില്ല, കഴിച്ച് നോക്കിയാൽ
നമ്മളെ ഉഴുന്ന് വടൻ്റെ അതേ ടേസ്റ്റ് തന്നെ. അതിൻ്റെ ഓട്ടം അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അത് പൊട്ടിപ്പോവുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കി. ഉള്ളിവടയാണ് കണ്ടാൽ, പക്ഷേ ഉഴുന്ന് വടൻ്റെ ടേസ്റ്റ് കേട്ടോ. ഉഴുന്ന് വടൻ്റെ കൂട്ടാണ് ഇതിൽ ഉണ്ടാക്കിക്കുന്നത്. ഇഞ്ചി, പച്ചമുളക്, സവാളയൊക്കെ അരിഞ്ഞാണ്ട് ദോശമാവിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം കുഴച്ചതാട്ടോ. പക്ഷേ ദോശമാവ് ആദ്യം ഒന്ന് വേവിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം മാവ്. അതുകൊണ്ടായിരിക്കും അത് ഒട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നന്നായി ഉണ്ടാക്കാം. പക്ഷേ ഇത് ഉഴുന്ന് വടൻ്റെ അതേ ടേസ്റ്റ് കേട്ടോ. ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രസം. അങ്ങനെ ഞാൻ ഉള്ളിവട ഉണ്ടാക്കി. രാവിലെ ഉണ്ടാക്കിയ വിഭവങ്ങളാണ് കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കി. ഇനി നമുക്ക് തക്കാളിയോടെ ചമ്മന്തി ഉണ്ടാക്കാം. ആ വീഡിയോയിലേക്ക് പോയാലോ? നമ്മളെ ഉള്ളിവടി റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ റെഡിയായി. കുറച്ചുകൂടി ഉണ്ട് ചൂടാൻ. അതും കൂടി ചുട്ടെടുത്തിട്ടേ നമുക്ക് തക്കാളി കൊണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. പുറത്ത് നല്ല മഴ തകർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ എണീച്ചാൽ അതങ്ങനെ പുറച്ച് മൂടി കിടക്കാനാണ് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക. പക്ഷെ പള്ളക്ക് വായിച്ചിട്ട് നീച്ച് കിടക്കൂല. അപ്പോൾ നല്ല മഴ ഇങ്ങനെ പെയ്യുമ്പോഴേ ഈ ഉള്ളിവടിയും ചായയും കുടിച്ചാൽ നല്ല ടേസ്റ്റാട്ടോ. ദോശൻ്റെ കൂടെ രാവിലെ നീച്ചാണ്ടേ ചൂടോടുക്കാൻ അങ്ങനെ കഴിക്കണം. ഇനി നമുക്ക് തക്കാളിയും, ഞാൻ ഇപ്പോൾ 2 തക്കാളിയും ഒരു 5-6 ചെറിയുള്ളിയും കുറച്ച് വേപ്പിൻ്റെ ഇലയും പച്ചമുളകും കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടിട്ടാട്ടോ ചമ്മന്തി ഉണ്ടാക്കിക്കണത്. സവാള ഇട്ടിട്ടില്ല, ചെറിയുള്ളി ഇട്ടിക്കണം. ചെറിയുള്ളി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നല്ലോണം പഴുത്ത തക്കാളിനെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പച്ചത്തക്കാളി ആകുമ്പോൾ ഒരു പുളിപ്പ് വരും. ഇത് കുറച്ചൊക്കെ പച്ച തക്കാളിയാണ്, പഴുപ്പ് കുറവാണ്. നല്ല പഴുത്ത തക്കാളി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ തക്കാളി ചമ്മന്തി റെഡിയായി, ചട്നി റെഡിയായി, ഉള്ളിവടി റെഡിയായി, ഇഡ്ഡലിയും റെഡിയായി. നമുക്കൊന്ന് കഴിച്ചാലോ? നല്ല ടേസ്റ്റാട്ടോ ഈ തക്കാളി ചട്നിയിൽ ഇങ്ങനെ ഉപ്പിട്ടേ കഴിച്ചാൽ. ഈ ഉള്ളിവടയും തന്നെ നല്ല ടേസ്റ്റായി. ഉഴുന്ന് വടൻ്റെ ടേസ്റ്റാട്ടോ. ഉള്ളിവട കാണാൻ ഉള്ളിവട, പക്ഷേ കഴിക്കാനും ഉഴുന്ന് വടൻ്റെ ടേസ്റ്റാണ്. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലേ നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ആ കുഞ്ഞ് ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേ. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കമൻസൊക്കെ അറിയിക്കൊണ്ടു. ഞാൻ അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.